എല്ലാവർക്കും നമസ്കാരം. ഗൾഫിൽ ഏതാണ്ട് 35 ലക്ഷം മലയാളികളുണ്ടെന്ന് കണക്ക് പറയുന്നു. ചില ചാനലുകാർ പറയുന്നു 1 കോടി മലയാളികൾ അവിടെയുണ്ട്. മൊത്തം മലയാളി 3.5 കോടിയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 കോടി ഗൾഫിലും ബാക്കി യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതും കഴിഞ്ഞ് കഴിയുമ്പോൾ കേരളത്തിൽ ആരും ഇല്ലെന്നാണോ അവന്മാർ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതൊക്കെയാലും 35 ലക്ഷം ഉണ്ടെന്ന് ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ആശ്രിതരും അടുത്ത ബന്ധുക്കാരും സ്വന്തക്കാരും എല്ലാം കൂടെ 1 കോടി ആളുകൾ ഉണ്ടാവാം ഏറ്റവും അടുത്ത രീതിയിൽ. പക്ഷേ ഈ ചാനലുകാർ ഓരോ ദിവസവും കാണിക്കുന്ന കൊള്ളരുതായിക, ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചാനലുകാർ കാണിക്കുന്ന കൊള്ളരുതായികയെക്കുറിച്ച് ഒരു കാര്യം പറയാനാണ് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. രാവിലെ നമ്മൾ ടി വി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പറഞ്ഞ അടി, തിരിച്ചടി, മറിച്ചടി എന്നതൊക്കെ യുവന്മാർ പറഞ്ഞു വെക്കുന്നത്. ഇതിവിടെ ഇരിക്കുന്ന കേൾക്കുന്ന പ്രായമുള്ള കാരണവന്മാരുടെയൊക്കെ ചങ്കിലോട്ട് തീ യവന്മാർ കോരിയിടുന്നത്. ആ തീ വിറ്റ് ജീവിക്കുന്നത് ഒരു തരം ചേറ്റത്തരമല്ലേ? നമ്മളിപ്പം ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ പറയും നമുക്ക് തെരുവ് കൊണ്ടയുടെ ഭാഷയാണ്. പക്ഷെ കാണിക്കുന്നതിന് എന്നതെങ്കിലും ഒരു മര്യാദ വേണ്ടേ? ഇതുപോലെ കാരണവന്മാരെ, പ്രായമായ കാരണവന്മാരൊക്കെ വീടുകളിൽ 1-2 മക്കളും ഒക്കെ ഗൾഫിലും ഒക്കെ ജോലിയുള്ളവർ, നമ്മൾ ഈ ദിവസങ്ങളിൽ പല വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്കിപ്പോൾ ടി വി കാണുന്നത് തന്നെ പേടിയാണ്. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ മക്കൾ നിൽക്കുന്ന നാട്ടിൽ അതിഭീകരമായ സംഘർഷം നടക്കുന്നു എന്നുള്ള രീതിയിൽ യുവന്മാർ പറഞ്ഞു വെക്കുന്നത്. ഇതുപോലെ പണ്ട് ആ കർണാടകത്തിൽ അർജുൻ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ലോറിയായിട്ട് പോയി മണ്ണിനടിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ അതിഭീകരമായ പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. ഭാരത് ബെൻസ് ലോറിയെക്കുറിച്ചും അതിൻ്റെ ക്യാബിനെക്കുറിച്ചും വരെയാണ് ഇവിടെ കിടന്ന് കോരൻ ടി വിക്കകത്ത് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ ഭാരത് ബെൻസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ, ഈ ക്യാബിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഗ്ലാസ് ഉണ്ടെന്നും ഗ്ലാസ് ഏത് കല്ല് വന്ന് പൊട്ടിയാലും എന്നാ വല്ല ടെക്നോളജി ആണെങ്കിലും പൊട്ടുമെന്നും ഒന്നും അറിയാനുള്ള സാമാന്യ ബോധം പോലും യുവമാർക്ക് ഇല്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ആശ്വാസം പോലെ MA യൂസഫ് അലി, ഈ ലുലു ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥൻ, വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഗൾഫിൽ പ്രശ്നമുണ്ട്, യുദ്ധമുണ്ട്, യുദ്ധ സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആളുകൾക്ക് ഭയപ്പെടേണ്ടതായ കാര്യങ്ങളില്ല. നിങ്ങൾ ആളുകളെ പേടിപ്പിക്കുന്ന വാർത്തകളൊന്നും പടച്ചു വിടരുത്. അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പല ഗൾഫിലുള്ള പരിചയക്കാരോട് വിളിക്കുമ്പോൾ അവർ പറഞ്ഞത് പ്രശ്നങ്ങളുണ്ട്, പല ഓഫീസുകളും ഭാഗികമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്, പലരും യാത്ര ചെയ്യുന്നതൊക്കെ വളരെ അത്യാവശ്യമുള്ളതേ ചെയ്യുന്നുള്ളൂ, എന്നാൽ പോലും ഈ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും അവിടെ ഇല്ല. കാരണം ഇസ്രയേലും അമേരിക്കയും കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളെ ചെയ്യുന്നുള്ളൂ. ഇറാൻ മാത്രമാണ് ചുമ്മാ കയ്യിലിരിക്കുന്ന വാണങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കത്തിച്ചു വിടുന്നത്. അല്ലാതെ വേറെ ആരും ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഭാരപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്ന് യൂസഫ് അലി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു പരിധി വരെ നമ്മുടെ നാട്ടിലുള്ള മാതാപിതാക്കൾക്കൊക്കെ ഒരു ആശ്വാസം കിട്ടാനുള്ള ഒരു കാര്യമാണ് അതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പത്രക്കാരും നമ്മുടെ ഇവിടുത്തെ ചാനലുകാർക്കും അവരേത് ഭാഗമാണെന്ന് അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അവരേത് ഭാഗത്ത് നിന്നുകൊണ്ടാണ് അവർ ഈ കളി കളിക്കുന്നത്, അവരെന്താണ് പറഞ്ഞു വെക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇറാൻ യുദ്ധത്തിൽ ജയിക്കേണ്ടത് ഒരാവശ്യം തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചാണ് യുദ്ധം നടക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും കൂടെ ഇറാനെ ആക്രമിച്ചപ്പം അവർ ഇറാനെ മാത്രമേ ആക്രമിച്ചുള്ളൂ. ഇറാൻ എന്നാ കാണിച്ച് കയ്യിലിരുന്ന വാണമെല്ലാം കൂടെ 4 വശത്തേക്കും അങ്ങോട്ട് കത്തിച്ചു വിട്ടു. 4 വശത്തേക്കും കത്തിച്ചു വിടാതെ അതെല്ലാം അവനാ ഇസ്രയേലിലോട്ടോ അല്ലെ അറിയാമെങ്കിൽ കൃത്യമായിട്ട് അമേരിക്കൻ താവളങ്ങളിലോട്ടോ ഒക്കെ ഇട്ടാൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഗൾഫിലുള്ള എല്ലാ രാജ്യങ്ങളിലോട്ടും അങ്ങോട്ട് കത്തിച്ചു വിട്ട് തലങ്ങും വിലങ്ങും. ഈ ഉത്സവപ്പറമ്പിലൊക്കെ അവസാന സമയത്ത് ചിലപ്പം വെടിക്കാരൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം പൊട്ടിയിട്ട് ഈ വെടിസെറ്റെല്ലാം കൂടി ഇരിക്കുന്നതിനകത്തോട്ട് പോയി തീ വീണിട്ട് 4 വയസ്സോടെയും പോകുന്നത് പോലെ ഇതെല്ലാം കൂടെ 4 വയസ്സോടെയും വിട്ടു. അതുകൊണ്ട് എന്ത് വേണ്ടി, ഗൾഫിലുള്ള അറബികളും കൂടെ മൊത്തം ഇറാൻകാർക്കെതിരായി. ഇറാൻകാർക്കെതിരായപ്പോൾ അമേരിക്ക പക്ഷേ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഇസ്രയേൽ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവർ മറ്റ് സ്ഥലങ്ങളിലൊന്നും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഈ യുദ്ധം തുടങ്ങുന്നതിനിപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു റഷ്യ ഇപ്പം വന്ന് വലത്തുവന്ന്. റഷ്യക്ക് ആ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്ത് വന്ന് നാട് ഒടിഞ്ഞ് നിൽക്കുക. നേരെ നിൽക്കാൻ പറ്റിയല്ല, പതുക്കെ ഒരു പകുതി വളഞ്ഞ് നിൽക്കുന്ന റഷ്യ പോയി എന്നാ ചെയ്യാനാണ്? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്തപ്പം ജയിക്കില്ലായിരുന്നു. ഇത്രയും കാലം കടന്ന് 4-4.5 വർഷം കടന്ന് പറ്റിയിട്ട് ജയിക്കാത്ത റഷ്യ ഇനി പോയി ഇറാനെ പോയി എന്നാ ചെയ്യാനാണ്? ചൈനയ്ക്കാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ സാധനങ്ങൾ ചുമ്മാ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന സാധനം എല്ലാം കൂടെ അമേരിക്ക കൊണ്ട് തള്ളിക്കൊണ്ടിരുന്നതിനൊക്കെ മാന്യമായ നികുതി അങ്ങോട്ട് ഇട്ട് കൊടുത്തു, ചുങ്കം. അതുകൊണ്ട് ചൈനയ്ക്ക് ഇപ്പം നേരെ നിൽക്കാൻ മേലാത്തതുകൊണ്ട് ചൈന ഈ യുദ്ധത്തിനകത്തോട്ട് വരുന്നുമില്ല. ഇനി ഉത്തര കൊറിയയിൽ ഒരു പ്രാന്തനുണ്ട്,
അവൻ തല പൊക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ കിടന്ന് ബഹളം വെക്കുന്നത്. അവനെങ്ങാനും തല പൊക്കിയെങ്കിൽ അവൻ്റെ നടുവന്മാർ തെറ്റി ഓടിക്കും. സത്യത്തിൽ കാര്യം അത്രേ ഉള്ളൂ. ഇത് സംഭവിക്കാനുള്ളത് ഇറാനിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നെ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, യാഥാർത്ഥ്യം അതാ. ഇതൊരു പുതിയ ലോകക്രമം ഉണ്ടാകും. ഞാനൊരു ഏതാണ്ട് 1 വർഷം മുമ്പ് ഇറാനെ ഇസ്രയേൽ തകർക്കൂ എന്ന് ഞാനൊരു വീഡിയോ ഇട്ടത്. അന്ന് കുറേ തെറി അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. പക്ഷേ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സംഭവിക്കാനുള്ളത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹോർമൂസ് കടലെടുക്കെന്ന് പറയുന്നതും കൂടെ ഒത്തിരി താമസിയാതെ അതും കൂടെ അമേരിക്കയുടെ കയ്യിലിരിക്കും, അല്ലെ അമേരിക്ക പറയുന്നവരുടെ കയ്യിലിരിക്കും. ഇതേ സംഭവിക്കുകയുള്ളൂ. കാരണം ലോകം മുഴുവൻ ഉള്ള ശക്തി, ആയുധങ്ങളും എല്ലാം കൂടെ ഒരു രാജ്യത്തിൻ്റെ മണ്ടയിലോട്ട് വന്ന് ആ രാജ്യത്തിന് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഒരിക്കലും പിടിച്ചു നിൽക്കില്ല. കാരണം അതുപോലെ ആകാശമെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും കയ്യിലായി മാറി. അതുകൊണ്ട് സംഭവിക്കാനുള്ളത് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ അല്ലെങ്കിൽ ഇറാനിൽ എന്ത് സംഭവിക്കണമോ അത് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇറാനെ സംബന്ധിച്ച കുറച്ച് പടക്കങ്ങളുടെയൊക്കെ കയ്യിലുണ്ട്. അതങ്ങോട്ട് ഇട്ട് തീർന്നു കഴിയുമ്പം അവരുടെ സൂക്കേട് തീരും. അതിനിപ്പോൾ എങ്ങോട്ട് ഒന്നാമത് നേതൃത്വം എല്ലാം പോയില്ല. നേതൃത്വം എല്ലാം പോയിടത്ത് എന്നാ ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളവർ എവിടെയെങ്കിലും ഒന്ന് കൂടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുന്നതിനിപ്പുറം അവരെ പിടിക്കും. അങ്ങനെ കൃത്യമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒറ്റും കാര്യങ്ങളും ഒക്കെ ഇറാനിൽ നിന്ന് തന്നെ ഉണ്ടെന്ന് വേണം ചിന്തിക്കാൻ. അല്ലെങ്കിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ആളിരിക്കുന്ന, മീറ്റിംഗ് കൂടുന്ന, പരമോന്നത നേതാവൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് അവിടെ വന്ന് വീഴുന്ന ബോംബെന്ന് പറയുന്നത് 100 മീറ്ററൊക്കെ താഴോട്ട് പോകുന്നതാണ്. പൊട്ടുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് 5000 ഡിഗ്രിയൊക്കെ ആകുമെന്നാണ് പറയുന്നത്. ഒരു നിശ്ചിത ചുറ്റളവിൽ ഓക്സിജനും ഇല്ലെന്നാകും. അങ്ങനത്തെ ഒരെണ്ണം വന്ന് വീണ് കഴിഞ്ഞാൽ ആൾ ബോംബ് പൊട്ടി ചത്തില്ലെങ്കിൽ ആൾ ചൂട് കൊണ്ട് ചാകും. ചൂട് കൊണ്ട് ചത്തില്ലെങ്കിൽ ശ്വാസം കിട്ടാതെ ചാകും. ഇങ്ങനത്തെ 30 എണ്ണമൊക്കെ ഒരു സ്ഥലത്തോട്ട് വന്ന് വീഴുന്നത്. ഇങ്ങനത്തെ 30 എണ്ണമൊക്കെ വന്ന് വീഴുമ്പോൾ ഇവർ ചുമ്മാ ലക്ഷ്യമില്ലാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിടും. അത് ആ രാജ്യങ്ങളെല്ലാം തടുക്കുന്നുണ്ട്. 90% അടിച്ചു പൊട്ടിച്ച് ദൂരെ കളയുന്നുണ്ട്. അടിച്ചു പൊട്ടിച്ച് ദൂരെ കളയുമ്പോൾ അതിനകത്തുനിന്ന് ചെറിയ ചില കഷ്ണമൊക്കെ ചിലരുടെയൊക്കെ മേത്ത് വീഴുന്നുണ്ട്, വളരെ അപൂർവമായിട്ട്. ഇനി ചിലത് ഈ അറബ് രാജ്യങ്ങളുടെ തലേ വീണോട്ടെന്നുള്ളത് ട്രംപ് ചിലപ്പം ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണ്ടി ചിലതൊക്കെ അവരുടെ തലേ വീണപ്പം അവരും കൂടെ ഇറാനെതിരായില്ലേ? ഒമാനൊക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ പോലെ നിന്നുകൊണ്ടിരുന്നതാണ്. അങ്ങോട്ടും കത്തിച്ചു വിട്ടു, ഇപ്പോൾ അവരും എതിരായി. പക്ഷേ ഈ നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാലും കേരളത്തിലെ സഖാക്കന്മാരോ ഇവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറിയോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലും അമേരിക്കയും ഒന്നും യുദ്ധം നിർത്തുകയില്ല. ഒരു കാരണവശാലും നിർത്തുകയില്ല. ഇവിടുത്തെ അടുപ്പംകൂട്ടി ചാനലുകാർ പറഞ്ഞാലും അവർ യുദ്ധം നിർത്തുകയില്ല. അവർ ചെയ്യാനുള്ളത് അവരെന്താണെങ്കിലും ചെയ്യും. പക്ഷേ ചാനലുകാരോട് പറയട്ടെ, ഈ കാശ് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു സമയം പോക്കായിക്കോട്ടെ എന്നും കൊണ്ട് ആ പിള്ളേർ ഈ കേബിളൊക്കെ എടുത്ത് കൃത്യമായിട്ട് കൊടുത്ത് വീട്ടിൽ TV ഒക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ പൈസ അവരുടെ നിന്ന് മാസം 10, 300, 400 രൂപ പൈസ മേടിച്ചിട്ട് ആ കാരണവന്മാർ ശാന്തമായിട്ടിരുന്ന് കാണുന്നവരുടെ നെഞ്ചിലോട്ട് ബോംബിടരുത് എന്ന കേരളത്തിലെ ചാനലുകാരോടും, ഇല്ലാത്ത വാർത്തകൾ പടച്ചു വിടരുത്, അല്ലെങ്കിൽ ഹൃദയത്തിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വാർത്തകൾ പടച്ചു വിടരുത് എന്നതാണേലും 10-30 ദിവസത്തിനപ്പുറം ഇത് പോകുകയില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സമയം കൊണ്ട് മനുഷ്യന് വെറുതെ അറ്റാക്ക് ഉണ്ടാക്കി വെക്കാനുള്ള രീതി കാര്യങ്ങൾ പറഞ്ഞു വിടരുതെന്നും, എന്നെ ശ്രദ്ധിക്കുന്ന പ്രായമുള്ള ആളുകളോട് യൂസഫ് അലിയെ പോലെയുള്ളൊരു കാര്യമായി പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധയോടെ എടുത്തിട്ട് നിങ്ങൾ പരമാവധി ഈ TV കണ്ട് വെറുതെ ടെൻഷൻ ഉണ്ടാക്കണ്ടെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടും, എനിക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ നിന്ന് തന്നെ ഒരു സഹോദരി അയച്ചു തന്ന ഒരു ക്ലിപ്പും കൂടെ ചേർത്ത് കേൾപ്പിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം. അപ്പം നമ്മൾ ഇങ്ങനെ ഇവിടെയെല്ലാം കിടക്കുന്ന ആൾക്കാരുടെ ഒരു പൈസ കൊണ്ടാണല്ലോ കേരളം ഈ പച്ച പിടിച്ച് ഇങ്ങനെ പച്ചരി അല്ലെങ്കിലും നല്ലരി തിന്ന് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇനിയിപ്പം ഞങ്ങളെല്ലാവരും രക്ഷപ്പെടുത്താനായിട്ട് കപ്പൽ വരുമോ, എന്ത് വരുമോ, എന്താണ് ഇനി പിന്നെ കാരണഭൂതൻ അയക്കുന്നത് എന്ത് സാധനത്തിലാണ് ഞങ്ങൾ ഇനിയിപ്പം നാട് അണയേണ്ടതെന്ന് ഇങ്ങനെ വിചാരിച്ച് ഉറക്കമില്ലാണ്ട് ഇരിക്കുവാണേ. പിന്നെ അതേമാതിരി തന്നെ തുർക്കിക്കാർക്ക് ഭൂകമ്പത്തിന് എത്ര കോടികളാ കൊടുത്തത്. അപ്പം ഞങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെനിസിലയിലും സിംഗപ്പൂറും ഒക്കെ ആക്കി മാറ്റിയ സ്ഥലമാണല്ലോ. ഞങ്ങൾക്കൊക്കെ വെറുതെ ഇരുന്നാലും ഞങ്ങൾക്ക് പൈസയൊക്കെ തരുവാണാവോ കാരണഭൂതൻ. ഇയാൾ കപ്പൽ വിടാനായിട്ട് ഒരു ഓർഡർ ഇറക്കണം. സാറൊന്ന് പറയണം കപ്പലിന് വേണ്ടിയിട്ട്. കപ്പൽ വരുന്നതെന്ന് നോക്കിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പാസ്പോർട്ടൊക്കെ ബാഗിലാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. എപ്പോഴും എന്താ ഫയറിങ് എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഉള്ളതെല്ലാം ഇട്ട് ഓടിപ്പോണം.
ഉടുതുണിയാൽ. അപ്പോൾ അയാളുടെ ഒരു വകയിൽ കപ്പൽ വന്നായിരുന്നെങ്കിൽ, അല്ലാണ്ട് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഏതിലെങ്കിലും കപ്പൽ ഏതിലെങ്കിലും വഴിക്ക് വരികയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ വലിയ കാര്യമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അയാളെ വിവരം ഒന്ന് അറിയിച്ചേക്കണം.